ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ജുമാന. സോ ഇന്ന് ഞാൻ കോഡിംഗ് ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കോഡിംഗ് ഒക്കെ പഠിക്കണം, ഫ്യൂച്ചറിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കണമല്ലോ. അങ്ങനത്തെവർക്കൊക്കെ നല്ല രീതിക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ഈ VS കോഡ് എന്ന് വെച്ചാൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഫ്രീ കോഡിങ് എഡിറ്ററാണ്. ഇതിൽ നമ്മൾ HTML, CSS, ജാവ അങ്ങനത്തെ പ്രോഗ്രാമിങ്ങുകളൊക്കെ എഴുതാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ ഡെവലപ്പേഴ്സും യൂസ് ചെയ്യുന്നൊരു കോഡിങ് എഡിറ്ററും കൂടെയാണ് കേട്ടോ VS കോഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ VS കോഡ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ കാണുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇല്ലേ, ഫസ്റ്റ് തന്നെ വരും. ഒഫീഷ്യൽ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഡൗൺലോഡിൻ്റെ ആ ഒരു ചിഹ്നമൊക്കെ കൊടുത്തിട്ട് വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളേക്ക് VS കോഡ് ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് ആയതിൻ്റെ ശേഷം നമ്മളതിൻ്റെ സെറ്റപ്പ് ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിലിങ്ങനെ നെക്സ്റ്റ് അഗ്രി, ഇൻസ്റ്റാളേഷൻ, പിന്നെ ഫിനിഷ് എന്നൊക്കെ കാണിക്കും. അതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനത് ചെയ്യാത്തത്, ഇന്ത്യയിൽ ഓൾറെഡി VS കോഡ് ഡൗൺലോഡാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പം നിങ്ങളിൽ അതില്ലെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്യുക. എന്നിട്ട് ഫിനിഷ് ചെയ്യുക, ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന പ്രൊജക്ട്സൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതിനായിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ കയറാം. എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ടോപ്പിൽ കാണാം ഒരു ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അതിൽ എൻ്റെ ഫയലിന് പേര് കൊടുക്കുന്നത് മൈ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്നാണ്. നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അഗൈൻ VS കോഡ് ഓപ്പൺ ചെയ്യാം. അഗൈൻ നമ്മളിതുവരെ VS കോഡ് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഫോൾഡർ അതിലോട്ട് ഓപ്പൺ ചെയ്യണമല്ലോ. അതായത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഫോൾഡർ നമ്മൾ VS കോഡിലേക്ക് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ VS കോഡിലെ ഏറ്റവും ടോപ്പിൽ കാണുന്നില്ലേ, ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ഓപ്പൺ ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് പോയിട്ട് നമ്മൾ ഫോൾഡറില്ലേ മൈ ഫസ്റ്റ് പ്രോജക്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണിക്കും ഓപ്പൺ ചെയ്യാൻ. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഫോൾഡർ ഇതിൽ VS കോഡിലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഫസ്റ്റിൽ കാണുന്നില്ല ഫയലിൻ്റെ ഒരു ഐക്കൺ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ഒരു index.html എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ, അതിൻ്റെ ഉള്ളിലൊരു സബ് ഫയലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് സൈഡിൽ കാണുന്ന ആ ഒരു 4 ബോക്സ് ആയിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടാബ് തുറന്ന് വരും. അതിൽ നമ്മൾ ലൈവ് എന്ന് സെർച്ച് ചെയ്യാം. സോ അതിലപ്പോൾ എന്ത് ചെയ്യണം, ഒരു ലൈവ് പ്രിവ്യൂ കാണും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതെന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ ലൈവ് ഷെയർ, ലൈവ് സെർവർ, ഇത് മൂന്നൊന്നും എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ഞാനൊന്ന് HTMLൻ്റെ ഒരു സ്ട്രക്ചർ, ജസ്റ്റ് ഒരു ചെറിയൊരു കോഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ എക്സ്റ്റൻഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ബോഡി എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഹലോ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഷോ പ്രിവ്യൂ എന്ന് അവിടെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ VS കോഡിൽ സൈഡിലായിട്ട് ഹലോ ഗായ്സ് എന്ന് കാണാം. ഞാൻ ബോർഡിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഹലോ ഗായ്സ് അവിടെ VS കോഡിൻ്റെ ഉള്ളിൽ ഓഫായിട്ട് എന്താണ് ലൈവ് പ്രിവ്യൂ ആയിട്ട് കാണാം. നമ്മൾ ആ കോഡിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും നമുക്ക് സ്പോട്ടിൽ എന്ത് ചെയ്യാം, അവിടെ ആ ലൈവ് പ്രിവ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കണ്ടില്ല, ഞാൻ റാൻഡായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ആ ലൈവ് പ്രിവ്യൂവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാണുന്നില്ലേ. അതേപോലെ തന്നെ ടൈറ്റിലുള്ളൊരു ഡോക്യുമെൻ്റ് എന്നില്ലേ, ആ ഡോക്യുമെൻ്റ് എന്നുള്ള നമ്മളെ ലൈവ് പ്രിവ്യൂവിൽ നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ആ ഒരു ഇതിൻ്റെ പേരായിട്ടാണ് എന്ത് വന്നിട്ടുള്ള ആ ടൈറ്റിൽ എഴുതിയിട്ടുള്ള സംഗതി വന്നിട്ടുള്ള ഡോക്യുമെൻ്റ് എന്നുള്ളത്. അപ്പോൾ ഞാനത് ചേഞ്ച് ആക്കിയാണ്ട് ഇപ്പോൾ എൻ്റെ പേരടിക്കുക എന്നൊക്കെ ജുമാനാന്ന് അടിക്കുകയാണെങ്കിൽ ആ ഡോക്യുമെൻ്റ് എന്നുള്ള സ്ഥലത്ത് എന്ത് വരും, ജുമാനാന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ലൈവ് പ്രിവ്യൂ വർക്ക് ചെയ്യുന്ന. ഇത് നമ്മളെ VS കോഡിൽ നമുക്ക് ലൈവ് പ്രിവ്യൂ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടുണ്ടാവും. നമ്മൾ വേറെ ക്ലിക്ക് ചെയ്യേണ്ടതോ
ആക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് ഈ കോഡിൽ നമ്മൾ ചേഞ്ച് വരുത്തിയാലും സ്പോട്ടിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ചേഞ്ച് വരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും നമ്മളെ വെബ്സൈറ്റ് എന്നുള്ള കാര്യം നമുക്ക് ആ സ്പോട്ടിൽ തന്നെ ഒരു സ്ക്രീനിൽ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ എക്സ്റ്റൻഷനാണ് ലൈവ് സെർവർ. അപ്പോൾ ലൈവ് പ്രിവ്യൂ എങ്ങനെയാണെന്ന് കണ്ടില്ല. അതേപോലെ തന്നെ ലൈവ് സെർവർ കിട്ടാൻ വേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ കാണാം ലൈവ് സെർവർ കണ്ടിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേമാതിരി ഒരു പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു വെബ്സൈറ്റ് മാതിരി ഓപ്പൺ ആവും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാം. ഒരു വെബ്സൈറ്റ് ആയാൽ ആ വെബ്സൈറ്റിൽ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കോഡിംഗ് ഒക്കെ കൊടുത്താൽ അത് എങ്ങനെ എക്സാക്റ്റ് ഉണ്ടാവും എന്ന് കാണാം. നമ്മൾ പ്രിവ്യൂലാണെങ്കിലും കാണാം, പക്ഷേ ഇതിലെന്താ നമുക്ക് വെബ്സൈറ്റ് ആയിട്ട് കാണാം ഇതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാൻ കോഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ HTML ആണ്. HTML ബേസിക്, അതിൻ്റെ സ്ട്രക്ചർ, എന്തിനാണ് നമ്മൾ HTML പഠിക്കുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അടുത്തത്. സോ വീഡിയോസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാൻ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.